ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഐ ആം സന്തോഷ്, ELV കൺസൾട്ടൻറ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ ഏറ്റവും സെയിൽസിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളെ പോലുള്ള സർവീസ് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സിൽ അല്ലെങ്കിൽ സെയിൽസ് ഓറിയൻറ്റഡ് ബിസിനസ്സിൽ നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ ബിസിനസ് ഓണേഴ്സ്, അവർക്ക് ഒരു ടീം ഓഫ് സെയിൽസ് ഉണ്ടാവും. ചിലപ്പം അയാൾ തന്നെയായിരിക്കും ആ ബിസിനസ്സിൻ്റെ സെയിൽസ്മാൻ, ചിലപ്പോൾ അയാൾക്ക് 1, 2, 3 സെയിൽസ്മാൻ അവരെ അണ്ടറിൽ ഉണ്ടായിരിക്കും. സോ അപ്പം നമുക്ക് എവിടെയാണ് നമുക്ക് ഈ പ്രോബ്ലം വരുന്നത്? നമ്മളെ സെയിൽസ് ടീം വരുന്ന എൻക്വയറീസിന് വർക്കൗട്ട് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് പ്രപ്പോസൽ വരെ എത്തും. പ്രപ്പോസൽ റെഡിയായി, പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തു. പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത ഉടനെ ഈ കസ്റ്റമർ എന്ന ഓർഡർ ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ കസ്റ്റമർ ഫോളോ അപ്പ് ചെയ്യണം, അല്ലേ? പക്ഷേ നമ്മളാരും ഒരു ഫോളോ അപ്പ് ചെയ്യും, 2 ഫോളോ അപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത കസ്റ്റമറിലോട്ട് പോകും, പുതിയ കസ്റ്റമറെ തേടി പോകും. എന്തുകൊണ്ടാണ് നമ്മൾ പുതിയ കസ്റ്റമറിലോട്ട് പോകുന്നത്? ഈ കസ്റ്റമർ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറയും. ചിലപ്പം അവർ പറയുന്ന ഒബ്ജക്ഷൻസിനെ നമുക്ക് എംപ്റ്റി നട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിൽ പെടുത്താം. എങ്ങനെയാണ് എംപ്റ്റി നട്ട്? MT നട്ട്. ഇതാണ് അവർ പറയുന്ന ഒബ്ജക്ഷൻസിൻ്റെ റീസൺ. അതായത് നോ എന്ന് അവർ പറയുകയാണെങ്കിൽ ആ നോക്ക് ഈ 5 റീസൺ ഉണ്ട്. 1, നോ മണി. ഇപ്പോൾ കാശില്ല, കുറച്ച് ടൈം വരും, എനിക്ക് ഫണ്ട് ഇപ്പോൾ റെഡിയാക്കില്ല, അല്ലെങ്കിൽ എൻ്റെ കോൺട്രാക്ട് എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് റെഡിയാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ നോ മണി, ആ റീസണേ. 2, ടൈം. അവരുടെ അടുത്ത് ഓൾറെഡി ഒരു കൊട്ടേഷൻ ഇരിക്കും, ഇപ്പോൾ അവർക്ക് അർജൻസി ഇല്ല. അപ്പോൾ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ഇപ്പോൾ അവർക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള ടൈമില്ല, അവർ ബിസി ആയിരിക്കും. അപ്പോൾ ആ ഒരു റീസൺ ആയിരിക്കും. അപ്പോൾ ടൈം കണ്ടെത്തി നമ്മൾ ആ കസ്റ്റമറുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3ാമത് നീഡ്. നമ്മൾ പോയി നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് പോയി, പക്ഷേ അവർക്ക് നീഡേ ഇല്ല, ആ സംഭവമേ അവർക്ക് ആവശ്യമില്ല. 4ാമത് അർജൻസി. അർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷനും സാധനങ്ങളൊക്കെ വേണം, പക്ഷെ ഇപ്പോൾ വേണ്ട, അതിനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ വീട് വയ്ക്കുന്നു എന്ന് വെച്ചാൽ വീടിൻ്റെ വാർപ്പ് സമയമാകുമ്പോഴായിരിക്കും അതിനുള്ള സാധനങ്ങൾ വേണ്ട. അപ്പോൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിരിക്കും നമ്മുടെ സാധനം വേണ്ട. അപ്പോൾ അർജൻസി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ആ നോ പറയുന്നതിൻ്റെ റീസൺ. ലാസ്റ്റ് ഉള്ളത് ട്രസ്റ്റ്. ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെറിയ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ റെപ്യൂട്ടേഷൻ അവർക്ക് പോരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. സോ ഇത്തരം റീസൺസ് കൊണ്ടും അവർ നോ പറയാൻ ചാൻസ് ഉണ്ട്. സോ ഈ 5 റീസൺസ് ആണ് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നോ പറയാൻ ഉള്ള ചാൻസുകൾ. ഓക്കെ, ഈ ചാൻസിന് എല്ലാത്തിനെയും നമുക്ക് മാറ്റാൻ പറ്റും. ഏതിൽ കൂടി? ഫോളോ അപ്പ് എന്നുള്ള സ്ഥാനത്തിൽ. ഓക്കെ, ഒരു കസ്റ്റമറിനെ നമ്മൾ ആദ്യം ക്വാളിഫൈഡ് കസ്റ്റമർ ആക്കുക. ഓക്കെ, ക്വാളിഫൈഡ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാളിഫൈഡ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സാധനം പിച്ചിങ് ചെയ്യുമ്പോൾ, എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് ഞാനൊരു കസ്റ്റമറെ പറയുകയാണെങ്കിൽ, ആ കസ്റ്റമറിന് ആദ്യം ആ നീഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം നീഡ് ആദ്യം നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ആ കസ്റ്റമർ ഇതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനത്തിനെ കൊണ്ട് എന്നെ തലയിൽ കയറ്റാൻ നോക്കിയാൽ അത് പോകാൻ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ നീഡ് ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. 2ാമത്, ആ കസ്റ്റമർ നമ്മുടെ അവതാറിലുള്ള കസ്റ്റമറാണ്. അവതാർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ കസ്റ്റമറിനെ ഒരു സ്കെച്ച് ഉണ്ടാക്കി, ആ സ്കെച്ചിനകത്ത് നമ്മുടെ കസ്റ്റമർ ഇന്ന ഡിസ്ക്രിപ്ഷൻസിലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കസ്റ്റമർ എന്നുള്ള ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യുക. സോ ഈ നീഡും അവതാറിനും ആണെന്നുണ്ടെങ്കിൽ അവർ ക്വാളിഫൈഡ് കസ്റ്റമർ ആയിരിക്കും. നമ്മുടെ അവതാർ ലിസ്റ്റിനകത്തും നീഡിനകത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ ക്വാളിഫൈഡ് കസ്റ്റമർ. സോ ക്വാളിഫൈഡ് കസ്റ്റമർ നോ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോ എന്നല്ല. ആ നോയെ നമ്മൾ എടുക്കേണ്ടത് വേറെ രീതിക്കാണ്. ഓക്കെ, നോ പറയുന്നത്, ഒരു കസ്റ്റമർ നോ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഒരു നോ എന്ന് പറയുന്നതിന് നമ്മൾ എല്ലാവരും എടുക്കുന്നത് എന്തോ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞാണോ, അല്ലെങ്കിൽ അവരുടെ ഈ സെയിൽസ്മാൻ്റെ ഈഗോയെ ഈ കസ്റ്റമർ ടച്ച് ചെയ്തു, അതുകൊണ്ടാണ് അയാൾ ആ ബിസിനസ് അയാൾ നോ പറയുമ്പോൾ, നോ കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ല. സോ ഇത് പേഴ്സണലി എടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നോയെ നമ്മൾ വേറെ രീതിയിൽ എടുക്കുക. എങ്ങനെ എടുക്കാം നോയെ? നോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഐ ആം നോട്ട് റെഡി. കസ്റ്റമർ റെഡി ആയിട്ടില്ല അത് സാധനം വാങ്ങാൻ വേണ്ടി, അങ്ങനെ വേണം ചിന്തിക്കാൻ നമ്മൾ. നോ പറയുമ്പം ഞാൻ ഇപ്പോൾ റെഡിയല്ല, പക്ഷെ ഞാൻ എപ്പോഴും വേണമെങ്കിൽ റെഡിയാവാം. ചിലപ്പോൾ വന്നിട്ട് ഒരു ദിവസത്തിൽ റെഡിയാവും, ചിലപ്പോൾ ഒരു മാസത്തിൽ റെഡിയാവാം, ചിലപ്പം 6 മാസത്തിൽ റെഡിയാവും, ചിലപ്പോൾ 1 വർഷത്തിൽ റെഡിയാവാം.
സോ ആ പ്രോഡക്റ്റ് കസ്റ്റമറിന് വേണ്ടതല്ല എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം ഐ ആം നോട്ട് റെഡി എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നോ വരുന്നത് ഐ ആം സ്കേർഡ്. എനിക്ക് പേടിയാണ്. എന്തിൻ്റെ പേടി? ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ നമ്മളെ മാനേജ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വരുമോ, അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ പ്രോഡക്റ്റ് ഇനി അടുത്ത് വരാൻ പോകുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്കെയർസിറ്റിയാണ് ആ നോയ്ക്കുള്ള റീസൺ. മൂന്നാമത് ആ നോയ്ക്കുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വ്യക്തതയില്ല, എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോ വരുന്നതിൻ്റെ റീസൺസ്. അപ്പോൾ നമ്മൾ ഒരു നോ പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളത് പേഴ്സണലി എൻ്റെ അടുത്ത് നോ പറഞ്ഞതാണെന്ന് എടുക്കരുത്. നമ്മൾ ഈഗോയെ കൊണ്ട് അതിനകത്ത് വെക്കരുത്. ഈഗോ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ നോക്ക് എന്തുകൊണ്ടാണ് ആ കസ്റ്റമർ നോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് ബാക്കപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, റെഫറൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എന്തുകൊണ്ടാണ്. അപ്പോൾ ഒരു സെയിൽസ്മാൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് നോ പറഞ്ഞ ഉടനെ ഈഗോയും പിടിച്ചുകൊണ്ട് അടുത്ത കസ്റ്റമറെ തേടി പോകുന്നതല്ല. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ കസ്റ്റമർ ആദ്യം പറഞ്ഞ നോട്ട് റെഡി എന്നല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കസ്റ്റമറിനെ മേക്ക് ഹിം റെഡി. ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താണ്, ആ കസ്റ്റമർ എന്തുകൊണ്ടാണ് നോ എന്ന് പറഞ്ഞതിന്റെ ഈ 3 റീസണിൽ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. മേക്ക് ഹിം റെഡി. അത് ഇയാളെ എങ്ങനെ റെഡിയാക്കാന്നുള്ളതിനെ കുറിച്ച് അടുത്തൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഫോളോ അപ്പിലോട്ട് പോവുക. സോ ആദ്യത്തെ ഫോളോ അപ്പിൽ നോ പറഞ്ഞു, അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിന്റെ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്തു, വീണ്ടും നമ്മളെ കസ്റ്റമർ എടുത്ത് റെഡിയാക്കിയിട്ട് വീണ്ടും ട്രൈ ചെയ്തു. സോ മേക്ക് ഹിം റെഡി. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ